ഈ പ്രവേശനത്തിന് പശ്ചാത്തലമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മുൻപും രാജകീയ പ്രവേശനങ്ങൾ പലത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ എപ്പോഴും ഇസ്രായേലരുടെ മനസ്സിൽ ഉണർന്നിരുന്നതായിട്ടുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത് ദാവീദിന്റെ ജെറുസലേം പ്രവേശനമായിരുന്നു. രാജാക്കന്മാരെ ആനയിക്കുമ്പോൾ ചില സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൽ ഇങ്ങനെ ഉരുവിട്ടിരുന്നു. പ്രത്യേകിച്ച് 110, 118 സങ്കീർത്തനങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർത്തനം പാടിക്കൊണ്ടാണ് ഇവര് യേശുവിനെ സ്വീകരിച്ചതുപോലെ അന്നത്തെ കാലത്ത് രാജാക്കന്മാരെയും സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈശോ പ്രവേശിക്കുമ്പോൾ ജനക്കൂട്ടം ഇങ്ങനെ ആർപ്പ് വിളിക്കുകയാണ്. ഈശോയുടെ കൂടെ അല്ലാത്ത ജനങ്ങൾ ഇത് കണ്ട് ചോദിക്കുന്നുണ്ട്, ഇതാരാണ്? അപ്പോൾ ഉത്തരം പറയുന്നുണ്ട്, ഇവൻ നസ്രത്തിൽ നിന്നുള്ള ഈശോയാണ്. അവിടെയുള്ള യുവാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനപ്രമാണികൾ ചോദിക്കുകയാണ്, ഇവരോട് നിശബ്ദരായിരിക്കുവാൻ വേണ്ടിയിട്ട് പറയുവൻ. ഈശോ പറയുന്നു, ഇത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അവരെ നിശബ്ദരാക്കി കഴിഞ്ഞാൽ കല്ലുകൾ പോലും ശബ്ദമുയർത്തുമെന്ന്. ആഘോഷങ്ങളും ശബ്ദ കോലാഹലങ്ങളും എല്ലാം ഒഴിവാക്കി നടന്നിരുന്ന ഈശോ ഇന്ന് ആഘോഷത്തോടുകൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തിനാണ് പോകുന്നത്? കാൽവരിയുടെ വിരിമാറിൽ കുരിശാകുന്ന ബലിക്കല്ലിൽ തൻ്റെ ഉടൽ ബലിയായിട്ട് അർപ്പിക്കുവാനാണ് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശനം നടത്തുന്നത്. ഇതാണ് ജെറുസലേം പ്രവേശനത്തിൻ്റെതായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ഇത് രണ്ടും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്.